ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കൽക്കി ഉൾപ്പെടെ 6 സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഗഗനാചാരി എന്ന സിനിമയുടേതാണ്. ഒരു സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററി സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് അങ്ങനെ 2 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 3-5 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിലെ പരാജയമാണെങ്കിലും സിനിമയുടെ ലിമിറ്റഡ് റിലീസ് ബഡ്ജറ്റ് ജോണർ എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ വളരെ ഡീസന്റ് കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ധ്യാൻ ശ്രീനിവാസൻ സിനിമയാണല്ലോ പാർട്ട്നേഴ്സ്. ഒരു ത്രില്ലർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അടുത്ത് ധ്യാൻ ശ്രീനിവാസന്റെ ദുരന്ത സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 3-5 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് 15 ലക്ഷത്തിൽ താഴെയാണ് ഇതുവരെയുള്ള കേരള ഗ്രോസ് കളക്ഷൻ. ഇതോടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ധ്യാൻ അഭിനയിച്ച 7 സിനിമകളിൽ നടികർ എന്ന സിനിമയിലെ ഗസ്റ്റ് റോൾ ഉൾപ്പെടെ 6 സിനിമകളും ദുരന്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണല്ലോ കിൽ. നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ ആദ്യ ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടാനായിട്ട് ഇറങ്ങുമ്പോൾ 10 കോടി 14 ലക്ഷം ഇന്ത്യയിൽ മാത്രം സിനിമ നെറ്റ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. വേൾഡ് വൈഡ് ഗ്രോസ് 20 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതിതീവ്ര വയലൻസോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു ലഭ്യമായത്. കേരളത്തിൽ നാളെ ജൂലൈ 12 മുതൽ സിനിമയ്ക്ക് കൂടുതൽ സ്ക്രീനുകളും ലഭ്യമാക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ കിൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ പാരഡൈസ്. ശ്രീലങ്കയിൽ ചിത്രീകരിച്ച സിനിമയ്ക്ക് ഏകദേശം 5 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്നു. മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 60 ലക്ഷത്തോളമാണ്. ചിത്രം തിയേറ്ററുകളിലെ ഡിസാസ്റ്റർ സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. 5 കോടിയിലേറെ ബഡ്ജറ്റ് കണക്കാക്കുന്ന 90% വിദേശത്ത് ചിത്രീകരിച്ച മറ്റൊരു മലയാളം സിനിമയാണല്ലോ ബിഗ് ബെൻ. വിനയ് ഫോർട്ട്, അതിഥി രവി, ചന്തുനാഥ്, ഒപ്പം തന്നെ അനുമോഹൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിലെ മറ്റൊരു ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ്. 40 ലക്ഷത്തിൽ താഴെയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. വീഡിയോയിലെ അവസാനത്തെ റിപ്പോർട്ട് കൽക്കിയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ്. പതിവുപോലെ ഇന്നത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 29 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 28 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ 60 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉണ്ടായ സിനിമയ്ക്ക് ഇന്നും അത്രത്തോളം കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 27 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ കടക്കുന്നതാണ്. നാളെ ഇന്ത്യൻ 2 എന്ന സിനിമയുടെ റിലീസ് കാരണം നാളെ മുതൽ സിനിമയ്ക്ക് ഇനിയും കളക്ഷൻ ഇടിവ് കാര്യമായ രീതിയിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇന്നലെ 10 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നും 10 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ 880 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കൽക്കിയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 15 ദിവസങ്ങൾ കൊണ്ട് എത്തുന്നതാണ്. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾ കേട്ട്.